ഹായ് നമസ്കാരം. നമ്മളെ സൺകോണിയുടെ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യാൻ പോകണം. നമ്മളെ കൂടൊക്കെ മേടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കോഴിയുടെ കൂടെ ഉണ്ട്. അതിനകത്ത് ടർക്കിയും കരിങ്കോഴി വരുന്നത് വന്ന് നമ്മൾ അടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സൺകോണിയുടെ ബ്രീഡിംഗ് ബോക്സ് പഴയ ബോക്സാണ്, നമ്മൾ നേരത്തെ ബ്രീഡ് വെച്ചാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ബോക്സ് ഇത്തിരി വലുതാണ് തന്നെ. അപ്പോൾ ഈ ബോക്സാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിന് വേണ്ടത് മഞ്ഞപ്പൊടി. ഞാൻ രാമച്ചു യൂസ് ചെയ്യാറുണ്ട്, പുകല യൂസ് ചെയ്യാറുണ്ട്, കറുപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഈ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ അണുനാശിനിയാണ് ഉദ്ദേശിക്കുന്നത്. രാമച്ചു എന്ന് പറയുമ്പോൾ സ്മെല്ലുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ ഈ രാമച്ചവും ഈ പുകയിലേക്ക് പറഞ്ഞാൽ ഈ പുകയിലേക്ക് ഈ ക്ഷുദ്രജീവികൾ, പാറ്റ, വല്ലി, ചെറിയ എല്ലി ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയും. പിന്നെ കർപ്പൂരം, ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ മടലും പട്ട ഇത് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇത് വരാതിരിക്കാനും. പിന്നെ ഇതിൻ്റെ മേത്ത് നമ്മൾ മുട്ടിട്ട് കഴിയുമ്പോൾ ഓൾറെഡി പേൻ വരും. ഇതാകുമ്പോൾ ആ പേൻ അത് നിൽക്കൂല, പുറത്തേക്ക് പോയിക്കോളും എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇത് അസ്വസ്ഥത ഉണ്ടാക്കി പേൻ മേത്ത് ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം കൂടുതൽ ഉള്ളിലാണ് ഇട്ട് കൊടുക്കുന്നത്, കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മേലെ സാധനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിനു മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചെന്നാലും ചെയ്യുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ പുകയിലാണ്, അത് നമ്മൾ ഇങ്ങനെ ഇതായിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇതായിട്ട് ചെയ്തോളും. ഇത് കഴിഞ്ഞാലും കിളികളൊക്കെ ഇതൊക്കെ തലകിലെ മറിച്ച് അതുങ്ങൾ അതിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്തോളും. അപ്പോൾ വലിയ സംഭവങ്ങളില്ല. പിന്നെ ഉള്ള രാമച്ചമാണ്. രാമച്ച അറിയാലോ, നല്ലതാണത്. അപ്പോൾ ആയുർവേദ സംഭവത്തിന് രാമച്ചവും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ള കർപ്പൂരമാണ്. കർപ്പൂരം ഇതിൻ്റെ ഉള്ളിൽ അടി ഇട്ട് കൊടുക്കും. നമ്മൾ രാമച്ചിൻ്റെ അടി ഇട്ട് കൊടുക്കും. കൊത്തിയെടുക്കൊന്നും ഇല്ലത്, കാരണം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുള്ളൂ. അല്ലാതെ ഇത് നല്ല ഇതാണ്, സ്മെല്ലായിരിക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളൊന്നും വരില്ല. മൊത്തം ഇട്ടുണ്ട്. രാമച്ച അതിൻ്റെ പരച്ചുണ്ട്. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് നിങ്ങൾ പണിയെടുക്കട്ടെ. പച്ചയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത് കൊത്തിപ്പറക്കി ബെഡ് പോലെ ആക്കും, നല്ല രീതിയിൽ ബെഡ് പോലെ ആക്കും. നമ്മളിത് കുറച്ച് ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ള അതിൻ്റെ കൂടിൻ്റെ ഉള്ളിലേക്ക് വേറെ പീസ് ഇട്ട് കൊടുക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിളി എങ്ങനെ ബെഡ് പോലെ ആക്കി എന്നുള്ളത് വേറെ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ.